വളരെ സുപ്രധാനമായ ഒരു വിധി ബംഗ്ലാദേശിൽ നിന്ന് വരികയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രത്യേക ട്രൈബ്യൂണൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി ചേരുകയാണ്. ശ്രീ പി ജെയിംസ്, വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു വധശിക്ഷ, ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ കൂടിയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത്? തീർച്ചയായിട്ടും ദിൽന, ഇതൊരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലാണ് അവർ രാഷ്ട്രീയ അഭയം തേടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിർണായക വിധിയാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയ നായകനായിരുന്ന മുജീബ് റഹ്മാൻ്റെ മകൾ 4-5 തവണ പ്രധാനമന്ത്രിയായി. അങ്ങനെ ഒരാളാണ്. കാരണം ഈ മുജീബ് റഹ്മാന് ശേഷം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് വേറെയില്ല. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. അവർ കഴിഞ്ഞ ജൂലൈയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സൈന്യം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വിമാനത്തിൽ കയറി ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ജനം ഇരച്ചു കയറുമായിരുന്നു. അവിടെ നടന്ന വെടിവയ്പ്പിൽ 1400 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത്, അതിൻ്റെയൊക്കെ കുറ്റം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് മേലാണ് വന്നിരിക്കുന്നത്. അവർ ഓർഡർ ഇട്ട് അനുസരിച്ചാണ് ഈ തരത്തിലുള്ള വധശിക്ഷ എന്താ പറയുക, അത് വധം നടപ്പാക്കിയത്. അതിനുള്ള ശിക്ഷ എന്ന നിലയിലാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന് സമാനമായ ചരിത്രം ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നാണ് ഫോം ചെയ്തത്. പാകിസ്ഥാനിൽ സുൽഫിക്കർ അലി ഭൂട്ടോയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. വധശിക്ഷ കൊടുക്കരുതെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടും അന്നത്തെ ഭരണാധികാരിയായിരുന്ന സിയാവുൾ ഹക്ക് അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഭൂട്ടോയെ ഭൂട്ടോയെ സുൽഫിക്കർ അലി ഭൂട്ടോയെ വധശിക്ഷയ്ക്ക് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധി നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു വനിതാ പ്രധാനമന്ത്രിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഈ കുറ്റകൃത്യങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ വിധിച്ചിട്ടുള്ളത്. എന്തായാലും ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം, ബംഗ്ലാദേശിലെ അവാമി ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്ന ഇതാണത്. 1971 ഐതിഹാസികമായ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അതിലെ മുജീബ് റഹ്മാന് വേണ്ടി ഇന്ത്യ മുക്തിവാഹിനിയും ഇന്ത്യയുടെ സൈന്യവും ചേർന്നാണ് അവിടെ ബംഗ്ലാദേശിൽ 1971 ഡിസംബർ 3 മുതൽ 16 വരെ നീണ്ട 13 ദിവസം കൊണ്ട് പാകിസ്ഥാനെ നമ്മൾ കെട്ടുകെട്ടിച്ച് 93,000 പാകിസ്ഥാൻ സൈനികരാണ് അന്ന് ഡാക്കയിൽ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങിയത്. അങ്ങനെയാണ് മുജീബ് റഹ്മാൻ, ഒരുപക്ഷെ അവിടെ രാഷ്ട്രീയത്തിലെ, ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ദേശബന്ധു എന്നൊക്കെ അറിയപ്പെടുന്ന മുജീബ് റഹ്മാൻ അവിടെ പ്രസിഡന്റും ഭരണാധികാരിയായിട്ട് എത്തുന്ന അവരുടെ മകളാണ്. എന്ന് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയ്ക്ക് വേറൊരു ചരിത്രം കൂടിയുണ്ട് ദിൽന. ഷെയ്ഖ് ഹസീന ഈ മുജീബ് റഹ്മാന്റെ വീട്ടിൽ കയറി അവിടെയുള്ള എല്ലാവരെയും വെടിവെച്ച്, പട്ടാള അട്ടിമറിയിൽ വെടിവെച്ച് കൊല്ലുമ്പോൾ അന്ന് രക്ഷപ്പെട്ടത് 2 പെൺകുട്ടികളായിരുന്നു. അതിലൊരാള് ഷെയ്ഖ് ഹസീനയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന് ഒളിച്ച് താമസിച്ച് പിന്നീടാണ് അവര് ബംഗ്ലാദേശിൽ പോയി അവര് രാഷ്ട്രീയത്തിലിറങ്ങി തൻ്റെ പിതാവിൻ്റെ ആ സ്ഥാനം തിരിച്ചു പിടിച്ച അവാമി ലീഗിലൂടെ വീണ്ടും എന്താ പറയുക, പിതാവിൻ്റെ സ്ഥാനത്ത് അവിടെ പ്രധാനമന്ത്രിയും അനിഷേധ്യ നേതാവുമായിട്ട് മാറുന്നത്. എന്തായാലും ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുമോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയോട് തീർച്ചയായിട്ടും കോടതി വിധി അനുസരിച്ച്, അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഷെയ്ഖ് ഹസീനയെ കൊടുക്കാൻ ഇന്ത്യ ബാധ്യതപ്പെടും. മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ എന്തായിരിക്കും? ഒരുപക്ഷെ അമേരിക്കയുടെ ഒക്കെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കിയതിന് പിന്നിൽ അമേരിക്കയുണ്ടെന്നുള്ള ആരോപണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധമാണ്. മുഹമ്മദ് യൂനിസ് ആ തരത്തിലുള്ള, മുഹമ്മദ് യൂനിസിന് കൂടുതൽ അടുപ്പം ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനുമൊക്കെ ആയിട്ടാണ്. പാകിസ്ഥാനുമായിട്ട് സെറ്റിൽമെന്റ് ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെ നിർണായകമാണിത്. കാരണം ഷെയ്ഖ് ഹസീന വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറായാൽ ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായിട്ടുള്ള കുടുംബത്തെ മുഴുവൻ തള്ളിപ്പറയുന്നതിന് തുല്യമായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യ ഒരു നിലപാടെടുത്ത് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം, അത് അന്താരാഷ്ട്ര കോടതിയുടെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ വിധിയാണെന്ന് പറഞ്ഞേക്കാം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വധശിക്ഷ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.